പ്രിയമുള്ളവരെ, ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജനകോടികൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നവർ നേരിട്ടും പരോക്ഷമായും തെരഞ്ഞെടുപ്പ് എന്ന സമരത്തിൽ, ആ യുദ്ധത്തിൽ പരോക്ഷമായും പ്രത്യക്ഷമായും അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങ് ഈ കൊച്ചു കേരളത്തിൽ, അങ്ങ് വടകര എന്ന മണ്ഡലത്തിൽ ശ്രീമതി ശൈലജ ടീച്ചർ എന്ന പ്രതിഭാധനയായ ഒരു മഹിളാരത്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബാനറിൽ ഇന്ത്യൻ 543 അംഗങ്ങളുള്ള ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു അംഗമാവാൻ 5 വർഷക്കാലം ആ പാർലമെൻറ്റിനെ സമ്പുഷ്ടമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ആ തെരഞ്ഞെടുപ്പ്, നമ്മുടെ സമ്മതിദാനാവകാശം വോട്ടർമാർ രേഖപ്പെടുത്തുന്നത് ഈ മാസം 26-ാം തീയതിയാണ്. ആ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയം നേടത്തക്ക സാഹചര്യം ഉണ്ട് എന്ന കാര്യം ആ പാർലമെൻറ്റ് മണ്ഡലത്തിലും കേരളത്തിലെമ്പാടുമുള്ള ജനവിഭാഗങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒന്നാണ്. കാരണം ഈ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി, ഇതുവരെയുള്ള ആ മഹിളാരത്നത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രവർത്തന ശൈലി കൊണ്ട്, ജനങ്ങളുടെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട്, ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ജനകോടികളുടെ നേതാവായി ഉയരത്തക്ക തരത്തിൽ അവർ ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞു. അതിൽ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് കോവിഡ് കാലഘട്ടത്തിൽ, നിപ്പയുടെ കാലഘട്ടത്തിൽ കേരള സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നേരെ ഉയർന്നു വന്ന സമാനതകളില്ലാത്ത വെല്ലുവിളികളെ നേരിടുന്ന കാര്യത്തിൽ ധീരോദാത്തമായ നേതൃത്വം കൊടുത്ത് അവയൊക്കെ പരാജയപ്പെടുത്തി അതിൻ്റെ പേരിൽ ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരം പിടിച്ചുപറ്റി അവർ ക്ഷണിച്ച് അതിന് അവരുടെ അംഗീകാരം അവാർഡ് നൽകുന്ന അളവോളം കാര്യങ്ങൾ എത്തിച്ചേർന്ന ആ ജനനേതാവ് CPIM-ൻ്റെ LDF-ൻ്റെ ബാനറിലാണ് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. ബാനർ ഏതായാലും ശരി, രാഷ്ട്രീയത്തിനും യാതൊരു വിഭാഗത കൂടാതെയും അതിനൊക്കെ അതീതമായി ജനങ്ങൾ അവരെ നെഞ്ചിലേറ്റിക്കഴിഞ്ഞു. ഇത്തരം ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കാണാൻ കഴിയുന്ന കാര്യം, ശൈലജ ടീച്ചറിനെ വ്യക്തിപരമായി അപകീർത്തിപ്പെടുത്തത്തക്ക തരത്തിൽ, വ്യക്തിഹത്യ നടത്തത്തക്ക തരത്തിൽ ഉള്ള പാഴ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില സൈബർ കേന്ദ്രങ്ങൾ, തീർച്ചയായും ആ സൈബർ കേന്ദ്രങ്ങൾ അതിൻ്റെ ഗുണം ലഭിക്കേണ്ടത് ഏത് മുന്നണിക്കാണോ, ഏത് സ്ഥാനാർത്ഥിക്കാണോ അവിടെ വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി സ്വാഭാവികമായും വിറളി പൂണ്ട് കഴിയുകയാണ്. അപ്പോൾ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഏതെല്ലാം തരത്തിലുള്ള തെറ്റായ മാർഗങ്ങൾ, വ്യാജ രേഖകൾ ചമയ്ക്കുക, വ്യാജ നോട്ടീസ് ചമയ്ക്കുക, മോർഫ് ചെയ്ത് ചിത്രമിറക്കുക ഉൾപ്പെടെയുള്ള തേജോവധം, വ്യക്തിഹത്യ നടത്തുന്നതിന് ഒരു മടിയും കാണിക്കാത്തൊരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരുപക്ഷെ ഇതിനു മുമ്പ് ഇതേപോലെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ഒരു കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന്, ഭാരതത്തിന് ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ യുദ്ധം എന്ന് പറയുന്നത് ധർമ്മയുദ്ധമാണ്. നമ്മെ കൊല്ലാൻ തയ്യാറായി വരുന്ന ശത്രുവിൻ്റെ കയ്യിൽ ആയുധം നഷ്ടപ്പെട്ടാൽ മറ്റായുധം മാറിയെടുക്കുവാനോ തങ്ങളുടെ ആയുധം തന്നെ അവർക്ക് കൊടുക്കുവാനോ ഉള്ള ധാർമ്മികത കാണിച്ച് യുദ്ധത്തെ സമീപിക്കുന്ന യുദ്ധതന്ത്രമാണ് ഈ കേരളത്തിൽ ഇവിടെ നിലനിന്നിരുന്ന നമ്മുടെ പാരമ്പര്യം എന്ന് നാം തിരിച്ചറിയണം. എന്ന് മാത്രമല്ല, നമുക്കറിയാം, നമ്മുടെ വനപ്രദേശങ്ങളിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസത്തിൽ പുറയിലാണെന്ന് പ്രതീക്ഷിക്കുന്ന ചില ജനവിഭാഗങ്ങൾ, അക്ഷരാഭ്യാസം പോലുള്ള ഇല്ലാത്ത ജനവിഭാഗങ്ങൾ പോലും അവർ മൃഗങ്ങളെ വേട്ടയാടുന്നു. ആ വേട്ടയാടുന്ന മൃഗങ്ങളെ അവരെ ഭക്ഷിക്കാൻ അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വേട്ടയാടിയേ പറ്റൂ. പക്ഷേ അവർ വേട്ടയാടുമ്പോൾ ഗർഭിണികളാണെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരം പുല്ല് മേയുകയോ മറ്റിരയെ പിടിക്കുകയോ ചെയ്യുന്ന ഘട്ടത്തിൽ ഒരിക്കലും ആ ഇരയെ അവർ അമ്പെയ്യില്ല, അവർ കൊല്ലാൻ അവർ ശ്രമിക്കില്ല. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുമായി പോകുന്നതിന് അവർ ആക്രമിക്കില്ല.
ഒരിക്കലും കൊല്ലില്ല. അവിടെയൊക്കെ കാണിക്കുന്നൊരു ധാർമ്മികത, ആ ധാർമ്മികത പോലും ഈ യുദ്ധത്തിൽ തീർച്ചയായും കാണിക്കാത്ത തരത്തിലുള്ള സമീപനമാണ് ശൈലജ ടീച്ചറിനെതിരെ ഉണ്ടായി വരുന്നതെന്നുള്ളത് നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണണ്ട. ഒരുപക്ഷെ കോവിഡ് കാലഘട്ടത്തിൽ വളരെ രോമാഞ്ചദായകമായ അനുഭവമാണ് ടി വിയുടെയൊക്കെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ശൈലജ ടീച്ചറിൻ്റെ ഈ ആരോഗ്യരംഗത്തെ ആ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരുന്നതും തങ്ങളുടെ ബന്ധുമിത്രാദികൾ, തങ്ങളുടെ സഹോദരങ്ങൾ, തങ്ങൾ തന്നെ അകപ്പെടാൻ പോകുന്നൊരു മാരക വിപത്തിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുന്നതിന് ഉതകത്തക്ക തരത്തിൽ ആ ശൈലജ ടീച്ചറിൻ്റെ വാക്കുകൾ ശ്രമിച്ചിരുന്ന ജനകോടികളാണ് കേരളത്തിലുള്ളത്, വടകരയിലുള്ളത്. ആ ജനകോടികളുടെ മുമ്പിൽ തീർച്ചയായും അവരുടെ മനസ്സിലവർ തീരുമാനിച്ചുറച്ചു കഴിഞ്ഞാൽ അവരുടെ വികാരം, അവരുടെ സമ്മതിദാനാവകാശം തീർച്ചയായും ആ വോട്ടിംഗ് മെഷീനിൽ 26-ാം തീയതി അമർത്തുന്ന ഘട്ടം വരെ എത്തിച്ചേർന്നിരിക്കുന്നു കാര്യങ്ങൾ. അപ്പോൾ അതിൽ സ്വാഭാവികമായും എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരും എതിർ സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകരായിട്ടിരിക്കുന്നവർക്കും വളരെ വ്യക്തമാണ് ആരാണ് വിജയിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ വിജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയെ തീർച്ചയായും നമുക്കറിയാം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ആരാണോ സ്പോർട്സിൻ്റെ രംഗത്ത് വിജയിക്കുന്നത് അവർക്ക് ഹസ്തദാനം കൊടുത്ത് ആലിംഗനം ചെയ്ത് സന്തോഷത്തോടെ പിരിയുന്ന സംസ്കാരമാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ്. ആ സ്പിരിറ്റ് പോലും കാണിക്കാതെ അപകീർത്തിപ്പെടുത്തി വോട്ട് തെറ്റിച്ചു വിടുക, മാറ്റിവിടുക, ജനങ്ങളുടെ ഇടയിൽ തെറ്റായൊരു ചിത്രം താൽക്കാലികമായി രൂപപ്പെടുത്തുക എന്ന ദുരുദ്ദേശത്തോടു കൂടി ചിന്തിക്കുന്നവർ നരാധമന്മാരാണ്. അവർ ഇരുകാലി മൃഗങ്ങളാണ്, അവർ മനുഷ്യരല്ല. അത് പാടില്ല. നാം ഒരു കാര്യം തിരിച്ചറിയണം. ഇന്ത്യ മഹാരാജ്യം നെഞ്ചേറ്റിയ മര്യാദാപുരുഷൻ ശ്രീരാമചന്ദ്രൻ, ആ ശ്രീരാമചന്ദ്രനെ ഇന്നും നമുക്കറിയാം സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ത്രേതായുഗത്തിൽ നിന്ന് നമ്മൾ കലിയുഗത്തിലെത്തിയിരിക്കുന്നു. പക്ഷേ ഇന്നും തീർച്ചയായും ആ മഹാവിഷ്ണുവിൻ്റെ അവതാരത്തെ നെഞ്ചേറ്റിക്കൊണ്ട് നടക്കുന്നു ജനകോടികൾ ഇന്നും. പക്ഷേ ആ മര്യാദാപുരുഷൻ ശ്രീരാമചന്ദ്രന് നേരെയും അപകീർത്തിയോടെ കാണുന്ന സമീപനമാണ് നമ്മുടെ ജനകോടികൾ കാണുന്നത്. എന്താണ്? ഒളിഞ്ഞു നിന്ന് ബാലിയെ അമ്പെയ്തു. നമ്മുടെ ധർമ്മയുദ്ധത്തിൽ ഒളിച്ചു നിന്ന് അമ്പെയ്യുവാൻ, ഒളിച്ചു നിന്ന് ശത്രുവിനെ വധിക്കുവാൻ ഒരിക്കലും നമ്മുടെ ധർമ്മയുദ്ധം, നമ്മുടെ ധർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല. ശ്രീരാമചന്ദ്രനായിട്ട് പോലും അത് അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത ജനവിഭാഗം എന്ന് മാത്രമല്ല, ഒന്നുകൂടെ കാണണം, മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ, ആ വാമനാവതാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് വാമനാവതാരം. ആ വാമനാവതാരം അസുരനായ മഹാബലി ചക്രവർത്തിയെ പാതാളത്തിൽ ചവിട്ടിത്താഴ്ത്തിയപ്പോൾ ഇന്നും മലയാളികൾ, കേരളീയർ നിൽക്കുന്നത് ആ വാമനാവതാരത്തോടൊപ്പമല്ല, അത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നാട്ടിലെ ജനങ്ങൾ നിൽക്കുന്നത്, ജനകോടികൾ ഇന്നും ആഘോഷിക്കുന്നത് ആ അസുര ചക്രവർത്തിയായ മഹാബലിയെ വരവേൽക്കാനാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്. അത്തം മുതൽ 10 നാൾ നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് തിരുവോണ ദിവസം മഹാബലി തമ്പുരാൻ തിരിച്ചു വരുമല്ലോ, എഴുന്നള്ളുമല്ലോ എന്ന് കരുതി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കത്തക്ക തരത്തിൽ ആണ് കേരളത്തിലെ ജനങ്ങൾ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്ന ഹിന്ദു വിശ്വാസികളായിട്ടുള്ള അല്ലാത്തവരുമായിട്ടുള്ള വിശ്വാസി നിൽക്കുന്ന, തീർച്ചയായും വാമനനെ ഒരു ഈശ്വര അവതാരമായി അംഗീകരിക്കാൻ തയ്യാറാവുന്ന ജനകോടികൾ പോലും വാമനനെ ആരാധിക്കുന്നതിന് പകരം മഹാവിഷ്ണുവിനെ എത്ര കാലങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, എത്ര സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോഴും നമുക്കറിയാം വാമനന് കിട്ടുന്നതിനേക്കാൾ എത്രയോ ഉന്നതമായ സ്ഥാനമാണ് കോടിക്കണക്കിന് മലയാളികളുടെ മനസ്സിൽ ആ മഹാബലിയെക്കുറിച്ചുള്ള ചിന്ത നാം തിരിച്ചറിയണം. നമ്മളെ സംബന്ധിച്ചോളം ധർമ്മയുദ്ധത്തിന്, ധാർമ്മികതയ്ക്ക്, ധർമ്മത്തിന് മുൻതൂക്കം നൽകുന്ന സംസ്കാരമാണ് നമ്മുടേത്. ആ സംസ്കാരം ലെവലേശമില്ലാത്ത നരാധമന്മാർ ശൈലജ ടീച്ചറിനെതിരെ നടത്തുന്ന കുപ്രചരണങ്ങൾ, തീർച്ചയായും ആ കുപ്രചരണങ്ങൾ 26-ാം തീയതി കഴിയുമ്പോൾ അവരുടെ കുപ്രചരണം മുഴുവൻ അവസാനിക്കും, ഒരു സംശയവും വേണ്ട. ഇനി നമ്മുടെ ആധുനിക ഘട്ടത്തിലെ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ നാം ഒരു കാര്യം തിരിച്ചറിയണം. ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ജനകോടികളുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും, നാഷണൽ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് അന്നത്തെ ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപുള്ള കാലഘട്ടത്തിൽ ആ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയുള്ള അഭിവാഞ്ചയോട് കൂടിയിരിക്കുന്ന ജനങ്ങളുടെ ഒരു വലിയ മുന്നേറ്റമായിരുന്നു അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി, AICC പ്രസിഡൻ്റായി, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ
ചോദ്യം ചെയ്യാൻ വയ്യാത്ത സമാരാധ്യരായ നേതാവ് മഹാത്മാഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ജവഹർലാൽ നെഹ്റു ഇവരാകെ കൂടി ഔദ്യോഗികമായി AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർത്തിയ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ അമ്പയെ പരാജയപ്പെടുത്തി പുറത്തുനിന്ന് ഒരു പുരുഷ കേസരി രംഗത്ത് വന്നു. ഒരു പുരുഷ കേസരി നമുക്കറിയാം, സുഭാഷ് ചന്ദ്രബോസ്. ആ സുഭാഷ് ചന്ദ്രബോസാണ് മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി AICC പ്രസിഡൻ്റായത് എന്ന കാര്യം നാം തിരിച്ചറിയണം. എന്താണ് കാരണം? വോട്ട് ചെയ്യുമ്പോൾ ആര് പിന്തുണയ്ക്കുന്നു, ആരുടെ കൂടെ വന്നു എന്നതല്ല പ്രശ്നം. മറിച്ച് എന്താണ് പ്രശ്നം? ആ വ്യക്തിത്വം അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ എന്തായിരുന്നു, ആർക്ക് വേണ്ടി നിലകൊണ്ടു, എന്തിനു വേണ്ടി നിലകൊണ്ടു, അദ്ദേഹത്തിൻ്റെ ധാർമ്മികത എന്ത്, അദ്ദേഹത്തെ ലീഡറായി കിട്ടിയാൽ നമുക്കെന്ത് എന്ന തിരിച്ചറിവ് ജനങ്ങൾക്കുണ്ടാകുക എന്നതാണ്. പാർലമെൻറ്റിലേക്ക്, ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർച്ചയായും ശൈല ടീച്ചറിനെ പോലെ വ്യക്തമായ നിലപാടുള്ള, വ്യക്തമായ അഭിപ്രായമുള്ള എന്ന് മാത്രമല്ല മതേതര കാഴ്ചപ്പാടുള്ള എന്ന് മാത്രമല്ല ഒരു വലിയ മഹത്തായ പ്രത്യയശാസ്ത്രം, മാർക്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, ഏംഗൽസിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന, ലെനിൻ പുഷ്ടിപ്പെടുത്തിയ ഒരു വലിയ പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിന് അടിസ്ഥാനത്തിൽ വിശ്വമാനവീയതയുടെ വക്താക്കളായി, സമാധാനത്തിൻ്റെ വക്താക്കളായി, ജനത്തെ മുഴുവൻ ഒന്നായി കാണുന്ന ശാസ്ത്രീയ സോഷ്യലിസ്റ്റിൻ്റെ വക്താവായി അടിയുറച്ചു നിൽക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായി ഈ കാലഘട്ടത്തിലാകെ പ്രവർത്തിച്ചു വരികയും ചെയ്യുന്ന ശൈല ടീച്ചർ പാർലമെൻറ്റിലെത്തിയാൽ എന്താവും, എങ്ങനെയാവും, നിലപാടെന്താവും, എന്ത് നിലപാട് സ്വീകരിക്കും? നിയമം നിർമ്മിക്കുക, ഇന്ത്യ മഹാരാജ്യത്തെ ജനകോടികളുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഈ പാർലമെൻറ്റിനെ നയിക്കുന്ന കാര്യത്തിൽ ഒരു പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ അവിടെ എന്തായിരിക്കും, നിയമനിർമ്മാണത്തിന് എന്ത് സംഭാവന നൽകും? താൻ പ്രതിനിധാനം ചെയ്യുന്ന ആ വടകര മണ്ഡലത്തിലെ ജനകോടികൾ, ആ ജനലക്ഷങ്ങളുടെ വികാരം തീർച്ചയായും പാർലമെൻറ്റിൽ അവതരിപ്പിക്കുവാൻ, അത് നിയമങ്ങളാക്കി മാറ്റുവാൻ, അത്തരത്തിൽ ഫലപ്രദമായ നേതൃത്വം കൊടുക്കാൻ കഴിയുന്നയാളാണ് ശൈല ടീച്ചർ എന്ന കാര്യത്തിൽ ആരുടെയും വക്കാലത്ത് വേണ്ട, ഒരു നരാധമൻ്റെയും വക്കാലത്ത് വേണ്ട. നാം കാണണം, സൂര്യചന്ദ്രനെ പാഴ്മുറം കൊണ്ട് മറച്ചിരുട്ടാക്കാൻ ശ്രമിക്കുന്നവർ ജീവിക്കുന്ന വിഡ്ഢികളുടെ ലോകത്താണ് എന്ന് മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നമ്മളൊരു വര വരയ്ക്കുകയാണ്. ആ വര വലുതാകണമെങ്കിൽ ഒരു ചെറിയ വര അപ്പുറത്ത് വരയ്ക്കണം. മറിച്ച് ആ വര ചെറുതാകണമെങ്കിൽ എന്തു ചെയ്യണം? വലിയൊരു വര വരയ്ക്കണം. അവിടെ അതിന് പകരം വരച്ച വരയെ ചെറുതാക്കാനല്ല ശ്രമിക്കുന്നത്, അതിനെ ചെറുതാക്കാൻ ശ്രമിക്കുന്ന ആ വൈരുദ്ധ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം. ഇത് പ്രബുദ്ധ കേരളമാണ്. ഈ കേരളത്തിൽ ഈ അഭ്യാസങ്ങൾ, ഈ വിളച്ചിലുകൾ ഇത് വിലപ്പോവില്ലെന്ന് തീർച്ചയായും. എതിർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയോ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്ന പ്രസ്ഥാനമോ ചെയ്യേണ്ടത് എന്താണ്? അവിടെ ചെയ്യേണ്ടത് ഇന്ത്യയിലെ ജനകോടികൾ ഇന്ന് നേരിടുന്ന പ്രതിസന്ധി എന്തൊക്കെ, അത് പൗരത്വ നിയമപ്രശ്നമായാൽ, അതിനോടൊപ്പം തന്നെ മതേതരത്വ പ്രശ്നമായാൽ, വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടമായാൽ, അങ്ങ് ജനകോടികളുടെ ക്ഷേമൈശ്വര്യങ്ങളിലേക്ക് ഉയർത്തുന്ന കാര്യമായാൽ, തൊഴിലാളികളുടെ പ്രശ്നമായാൽ, കർഷകരുടെ പ്രശ്നമായാൽ, കർഷക തൊഴിലാളികളുടെ പ്രശ്നമായാൽ, വിദ്യാർത്ഥികളുടെ പ്രശ്നമായാൽ, അങ്ങനെ സമൂഹത്തിലെ വിവിധങ്ങളായ ജനവിഭാഗങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ, അവയ്ക്ക് പരിഹാരം കാണാനുള്ള പോരാട്ടം ഈ കാലഘട്ടത്തിലാകെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് ജനം തിരിച്ചറിയും. അതാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാനുള്ള നമ്മുടെ യോഗ്യത നമ്മൾ തിരിച്ചറിയണം. എന്ന് മാത്രമല്ല, അത്ര ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ട പ്രശ്നം, ആ സ്ഥാനാർത്ഥി അവിടെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നുണ്ട്. മത്സരിച്ചാൽ ആ മണ്ഡലത്തിലെ ജനങ്ങളെങ്ങനെ ഉൾക്കൊള്ളും? ജനങ്ങളുടെ ഇടയിൽ എന്താണ് ആ വ്യക്തിയെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് എന്താണ് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് എന്ന് മാത്രം പോരാ, ആ സ്ഥാനാർത്ഥി ആ നിലപാട് സ്വീകരിക്കുന്ന മാത്രമല്ല, ആ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്, രാഷ്ട്രീയ മുന്നണിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ 5 വർഷക്കാലത്തേക്ക് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്ന് എന്നെ ജയിപ്പിച്ചാൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന സ്ഥാനാർത്ഥി പറയുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർത്ത് ആ സ്ഥാനാർത്ഥിയാക്കി നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പ്രകടിപ്പിക്കും.
ഇലക്ഷൻ മാനിഫെസ്റ്റോ അവതരിപ്പിക്കും. ആ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ജനങ്ങൾ തീർച്ചയായും അതിൽ ആകൃഷ്ടരായി വേണം ജനങ്ങൾ വോട്ട് ചെയ്യാൻ. മറിച്ച് ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾക്ക് CPM-ൻ്റെ പ്രകടന പത്രിക നോക്കിയാൽ 44 പേജുകളുള്ള ആ പ്രകടന പത്രിക നോക്കിയാൽ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ സ്ഥിതിഗതികളും ഇവിടെ ഉണ്ടാകേണ്ട മാറ്റങ്ങളടക്കമുള്ള വിഷയങ്ങളും ജനങ്ങളുടെ വികാരവും പ്രതിഫലിപ്പിക്കുന്നതാണെങ്കിൽ അവിടെ പലതിലും മൗനം പാലിക്കുന്നതാണ് എതിർ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച പ്രകടന പത്രിക എന്ന് പറയുന്നതിൽ നമുക്കൊക്കെ പുച്ഛം തോന്നുന്നു. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ കാര്യം തുറന്നു പറ, ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറ. പക്ഷേ പറയുന്നില്ല, പലതിലും മൗനമാണ്. എന്നിട്ട് വളഞ്ഞ വഴിയിലൂടെ എതിർ സ്ഥാനാർത്ഥിയുടെ ജനഹൃദയങ്ങളിൽ തറച്ചു നിൽക്കുന്ന അവരുടെ വ്യക്തിത്വം, അവരുടെ അംഗീകാരം, അവരെക്കുറിച്ചുള്ള അംഗീകാരം, ആ അംഗീകാരം മായ്ച്ചു കളയാൻ ശ്രമിക്കുന്ന, പാഴ്വേലയ്ക്ക് ശ്രമിക്കുന്നതിന് പകരം ആ നിൽക്കുന്ന സ്ഥാനാർത്ഥിയുടെ പ്രവർത്തകർ, ആ സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പ്രസ്ഥാനം, അതിൻ്റെ മുന്നണി വളരെ വസ്തുനിഷ്ഠമായി തുറന്നു പറയണം. ഞങ്ങൾ വിജയിച്ചു വന്നാൽ ഞങ്ങൾ ഇന്നത് ചെയ്യും, ഇന്ന നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്ന പ്രകടന പത്രിക അത് ഫലപ്രദമായി അത് പ്രഖ്യാപിക്കുക, ജനങ്ങളുടെ വിശ്വാസം നേടുക, ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുക. അങ്ങനെ നേരായ മാർഗത്തിൽ നേർക്കുനേരെ നിന്ന് ധർമ്മയുദ്ധം നടത്തി വിജയിച്ചു വരാൻ ഉള്ള സാഹചര്യം ഒരുക്കുന്നതിന് പകരം ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ തീർച്ചയായും ഇത് സാധാരണ മനുഷ്യന് നിരക്കുന്നതല്ല, നരാധവന്മാർക്ക് നിരക്കുന്നതാണ്. എന്നു മാത്രമല്ല, ജനങ്ങളെ ഇന്നോളം കൊഞ്ഞണം കുത്തി വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ രാഷ്ട്രീയ മുന്നണിക്കോ മാത്രമേ ഈ വ്യക്തിഹത്യയെ തേജോവധം നടത്താൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് ഇനിയും സമയം വൈകിയില്ല. 100% മാപ്പ് പറഞ്ഞ് അബദ്ധം പറ്റിപ്പോയി ഞങ്ങളുടെ സൈബർ സേന ഇത്തരത്തിലുള്ള പ്രകടനം നടത്തിയുണ്ടായി, അത് തീർച്ചയായും ഞാൻ അപലപിക്കുന്നു, ഞാൻ അതിനെ പിന്തുണയ്ക്കുന്നില്ല എന്ന സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിയുടെ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ട് മാത്രമേ ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലാവൂ എന്ന് മാത്രം ഒരു ഉപദേശം നൽകിക്കൊണ്ട് ഞാൻ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് KN മോഹൻദാസ്.